ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ട്രേഡിംഗ് ചെയ്യുന്നവർക്കും ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. കുറേ പേര് നമ്മോട് ചോദിച്ചിരുന്നു INR ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രോക്കർ ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രോക്കറെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാരണം. നമുക്കറിയാം, മുന്നേ എക്സ്നസിലും അതുപോലെ തന്നെ FXTM-ലും എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതാണ്. സോ വീഡിയോ നീട്ടിക്കൊണ്ടുപോകാതെ കാര്യത്തിലോട്ട് തന്നെ കടക്കാം. നിലവിൽ FXTM എന്ന ഈ ഒരു ബ്രോക്കറെ നമുക്കറിയാം, വേൾഡിൽ തന്നെ നമ്പർ 1 എക്സ്ചേഞ്ചുകൾ ഒരു എക്സ്ചേഞ്ച് ആണ് FXTM എന്നുള്ളത്. FXTM-ന്റെ വെബ്സൈറ്റിലാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇവരെ കണ്ടോ, കണ്ടിന്യൂ ടു ഇന്ത്യ വെബ്സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്ന ബ്രോക്കർ FXTM-ന്റെ ബ്രോക്കറാണ് എന്നുള്ളത്. കണ്ടിന്യൂ ടു ഇന്ത്യ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അൽഫാരി എന്ന ബ്രോക്കറുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. ഈ ഒരു വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ബ്രോക്കറുടെ കീഴിലുള്ള ഒരു മദർ കമ്പനി എന്നൊക്കെ നമുക്ക് പറയാം. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അൽഫാരി യു ആർ ഓൺലി 1 ക്ലിക്ക് അവേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, FXTM-ന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ FXTM ഈസ് നൗ അൽഫാരി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് FXTM-ന്റെ ഇന്ത്യയിലെ ഒരു ബ്രോക്കറാണ് അൽഫാരി എന്നുള്ളത്. സോ ഈ ഒരു ബ്രോക്കറെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എങ്ങനെ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡെപ്പോസിറ്റ് എങ്ങനെയാണ്, വിഡ്രോവൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ പോകുന്നത്. ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്നുള്ളത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് UPI ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ ഇതിലോട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോവൽ ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളോട്ടൊക്കെ കടക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൽഫാരിയുടെ ഈ ഒരു ഇൻ്റർഫേസിലോട്ടാവും പോകുന്നത്. സോ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ട്രേഡിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഉണ്ട് ക്രിയേറ്റ് അക്കൗണ്ട്, രജിസ്റ്റർ ആൻഡ് ഓപ്പൺ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കൺട്രി ഓഫ് റെസിഡൻസ് നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇന്ത്യ എന്നുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുക. നിങ്ങൾ അതർ കൺട്രീസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ ബോക്സിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. അതുപോലെ തന്നെ താഴെയുള്ള ബോക്സിൽ ഒരു പാസ്വേഡും കൊടുത്തതിന് ശേഷം താഴെ ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത ഇമെയിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP കറക്റ്റായിട്ട് ഇവരെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് 1 ടൈം പാസ്കോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ, യുവർ ഇമെയിൽ അഡ്രസ് വാസ് സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ 5 ഡിജിറ്റൽ സെക്യൂരിറ്റി കോഡാണ് കൊടുക്കാനുള്ളത്. അതായത് ഒരു സെക്യൂരിറ്റി കോഡ് എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ വിഡ്രോവലൊക്കെ ചെയ്യുമ്പോൾ ഈ കോഡ് മസ്റ്റാണ്. സോ അതിനുവേണ്ടി നിങ്ങളൊരു 5 സെക്യൂരിറ്റി കോഡ് അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, യു ആർ നൗ 5 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് ഹാസ് ബീൻ സെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ KYC ചെയ്യാനുള്ള പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നിങ്ങൾ ഏത് പ്രൂഫാണോ കൊടുക്കുന്നത് അതിൽ കൊടുത്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെഗുലേറ്ററി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം, സിറ്റി കൊടുക്കണം, സ്റ്റേറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് അതായത് പിൻ കോഡ് കൊടുത്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് കൊടുക്കാനുള്ളത് നിങ്ങളുടെ പ്ലേസ്, അതായത് നിങ്ങളുടെ നാഷണാലിറ്റി ഡിഫറെൻ്റ് ആണോ എന്നുള്ളതാണ്. നിങ്ങൾ ജനിച്ച സ്ഥലവും നിങ്ങളുടെ നാഷണാലിറ്റിയും ഡിഫറെൻ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടേത് നിങ്ങൾ എസ് ആണോ നോ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഇൻട്രസ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആണ് അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോബ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സോഴ്സ് ഓഫ്, അതായത് ട്രേഡിങ്ങിലോട്ടുള്ള സോഴ്സ് ഫണ്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഓതേഴ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനാണ്. വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരു അൽഫാരി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലോട്ടാവും വന്നിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ താഴെ കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്താൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക. സോ അടുത്ത പേജിൽ വരുന്നത് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഏത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക.
ഞാനിവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തപ്പം ഫ്രണ്ട് സൈഡ് പിക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ ഫ്രണ്ട് പിക്ക് അപ്ലോഡ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേജിൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ വരുന്നത് സെലക്ട് ട്രേഡിംഗ് അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 3 തരം ട്രേഡിംഗ് അക്കൗണ്ടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ അക്കൗണ്ടിൻ്റെ നേരെയും അതിലെ മിനിമം ഡെപ്പോസിറ്റ് എത്രയാണ്, അതിൻ്റെ സ്പ്രെഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ട് ആണ്. ഇതിൽ മിനിമം ഡെപ്പോസിറ്റ് $300 ആണ്. സ്പ്രെഡ് ഫ്രം 0 ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മിനിമം ഡെപ്പോസിറ്റ് 100ൻ്റേതുണ്ട്, സ്റ്റാർട്ട് സ്മോളർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മൈക്രോ അക്കൗണ്ട് താഴെ കാണാൻ പറ്റും. മിനിമം ഡെപ്പോസിറ്റ് $30 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു മൈക്രോ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ലിവറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് മെറ്റാ ട്രേഡ്, അതായത് നിങ്ങൾ MT5 ഏതിലാണ് അക്കൗണ്ട് എടുത്തത് അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം കൊടുക്കാനുള്ള പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ കണ്ട സ്പോട്ടിൽ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഓപ്പൺ ചെയ്യാം. സോ ഞാൻ ആൽപാരി ഫോറക്സ് ട്രേഡിംഗ് ആപ്പ് എന്നുള്ള പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ലോഗിൻ പേജാണ് വന്നിട്ടുള്ളത്. ഇമെയിൽ ID യും നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് സൈൻ ചെയ്യുക. നിങ്ങളുടെ ഇമെയിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാകും. OTP കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആണ് കാണുന്നത്. മുകളിൽ തന്നെ നമ്മളുടെ ടോട്ടൽ ബാലൻസ്, ഇക്വിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഒരു മാർജിൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും മുകളിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് മുകളിൽ ഓപ്പൺ ആയതും കാണാൻ പറ്റും. സോ താഴത്ത് നമ്മുടെ കറണ്ട് പൊസിഷന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. സോ താഴെ വന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ഡെപ്പോസിറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട അക്കൗണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് ഉണ്ട്, പ്രാക്ടീസ് ട്രേഡിംഗ് ഒക്കെ ഉണ്ട്. അതായത് പ്രാക്ടീസ് ട്രേഡിംഗ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ട്രേഡിംഗ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടോ പ്രാക്ടീസ് MT5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അതിന് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ നമുക്ക് $1000 ആണ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട് ID മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ടാണ് MT5 എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മുന്നേ തന്നെ ഞാൻ എങ്ങനെയാണ് MT5 ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ബ്രോക്കർ അക്കൗണ്ട് അതിൽ ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാൻ തൊട്ടപ്പുറത്തുണ്ട് ലൈവ് ട്രേഡിംഗ് എന്ന് കാണാം. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ MT4 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അക്കൗണ്ട് ID ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ട് ലിവറേജ് കാണാം. അക്കൗണ്ട് ടൈപ്പ് MT4 ആണ്, മൈക്രോ അക്കൗണ്ട് ആണ്. അതുപോലെ ട്രേഡ് സെർവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, സെർവർ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇനി കണ്ടോ താഴെയുള്ള ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ INR എന്നുള്ള ഓപ്ഷൻ കാണാം, ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു ഓപ്ഷനും കാണാം. INR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ INR എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അവിടെ കൊടുക്കുക. മിനിമം INR 100 ആണ് കൊടുത്തിട്ടുള്ളത്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാനുള്ളത് മിനിമം 3000 രൂപയോ അല്ലെങ്കിൽ 3000 രൂപ വെറുത്തായിട്ടുള്ള, അതായത് 300 USD ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 300 USDTയോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ഫീസ്, ഒരു സ്മോൾ ഫീസ്, ട്രാൻസാക്ഷൻ ഫീസായിട്ട് അവർ പിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് അവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ലോക്കൽ മെത്തേഡ് UPI കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോക്കൽ ബാങ്കിങ് കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ബാങ്കിങ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. UPI മെത്തേഡ് വേറെയും സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ മിനിമം INR ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. സോ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ USDT ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഏത് ക്രിപ്റ്റോ കറൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. സോ നോർമലി നമ്മൾ ചെയ്യുന്നത് USDT ആണ്. USDT സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക് വഴിയും USDT ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം മുന്നേ ചെയ്തിരുന്ന ബ്രോക്കറിലൊക്കെ ഏതെങ്കിലും ഒരു TRC20 അല്ലെങ്കിൽ BP20 വഴി മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ബ്രോക്കറിൽ ഏത് നെറ്റ്വർക്ക് വഴിയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
സോ BNB നെറ്റ്വർക്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ്സും ഒരു സ്കാനറും അവിടെ വന്നിട്ടുണ്ടാവും. ഈ ഒരു സ്കാനറിലോട്ടോ അല്ലെങ്കിൽ ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടോ നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഈ ഒരു സൈറ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായിട്ടുണ്ടാവും, ഫണ്ട് ആഡ് ആയിട്ടുണ്ടാവും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 10 USDT ആണ് എന്നുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ട്രേഡ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ട്രേഡ് നടക്കുന്ന പെയറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ട്രേഡ് എടുത്തിട്ടുണ്ട്, നിലവിൽ എത്ര ട്രേഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെൻഡിങ് എത്രയുണ്ട്, ക്ലോസ്ഡ് എത്രയുണ്ട്, ബാലൻസ് ഹിസ്റ്ററി, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് അതൊക്കെ. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നല്ല രീതിയിൽ തന്നെ നല്ല ഓപ്പൺ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ഹബ്ബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. കുറേ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സിഗ്നൽ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂസ്, ഇൻസൈറ്റ്, റിവാർഡ്, ബോണസ്, റെഫർ ഫ്രണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഓപ്ഷൻ എടുക്കുക, അക്കൗണ്ട്സ് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ സെറ്റപ്പ് അഡീഷണൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു 3 അക്കൗണ്ട് ടൈപ്പ് അവിടെ വന്നിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിവറേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ MT4 അല്ലെങ്കിൽ MT5 ചേഞ്ചിങ് ഒക്കെ അതിൽ വരുത്താൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ MT5 കൊടുക്കാനുള്ള പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ട്രേഡിംഗ് അക്കൗണ്ട് വേണമെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം നിങ്ങൾക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിലും ഒഴിവാക്കാം. അതെല്ലാം നിങ്ങൾ ട്രേഡ് എടുക്കാതെ ഓട്ടോമാറ്റിക്കലി അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും. ഈ ഒരു ബ്രോക്കർ FXTMന്റെ ഒരു മദർ കമ്പനി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രോക്കറായിട്ട് തന്നെ നമുക്ക് എടുക്കാം. FXTM യൂസ് ചെയ്യുന്നവർക്കറിയാം, അത്യാവശ്യം നല്ലൊരു ബ്രോക്കറാണ്. ഏറ്റവും സിമ്പിളായിട്ട് വിഡ്രോയിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ തന്നെയാണ്. സോ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.